ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അസ്ലംസ് യൂണിവേഴ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് കിങ്സ് കിച്ചൺ എന്ന റെസ്റ്റോറൻറ്റിലാണ്. ഇന്ന് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഇനോഗ്രേഷനാണ്. നമ്മുടെ ഇനോഗ്രേഷൻ പരിപാടിക്ക് വന്നതല്ല, ആക്ച്വലി നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ ഒരു ഡാൻസ് പരിപാടിയായിട്ട് വന്നിട്ടുണ്ട് ഈ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഒക്കെ നമ്മുടെ പിള്ളേർ തന്നെയാണ്. അപ്പോൾ അവരുടെ ഡാൻസ് കാണാനും അത് ക്യാപ്ചർ ചെയ്യാനും കൂടിയിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അധികം ലേറ്റ് ആക്കാണ്ട് ഉള്ളിൽ കിടക്കാം. നമ്മുടെ പിള്ളേർ ഓൾറെഡി ഉള്ളിൽ സെറ്റാണ്, റെഡിയാണ്. പരിപാടി ഇപ്പോൾ കുറച്ച് ടൈമിനുള്ളിൽ തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേനും ടീച്ചേഴ്സ് ഡേ കഴിയും. എങ്കിലും ഈ വീഡിയോ കാണുന്ന എല്ലാ ടീച്ചേഴ്സിനും ഒരു ഹാപ്പി ടീച്ചേഴ്സ് ഡേ. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിൽ പോവാം. ഹലോ ഗൈസ്, എല്ലാവർക്കും ഹായ് പറയൂ. ഹായ് ഹായ് ഹായ്. ഡാൻസ് മാസ്റ്റർ നല്ല ഡ്രസ്സ് എന്തൊക്കെ വന്നാലും ഇത് സീരിയസ് ആയിട്ടാണോ? ഞാനുണ്ട്. പരിപാടിയിൽ എക്സൈറ്റഡ് ആണോ? പിന്നെ വളരെ എക്സൈറ്റഡ് ആണ്. ഇന്ന് ഇവിടെ ഒരു ഇനോഗ്രേഷൻ ആണെങ്കിലും ഇനോഗ്രേഷൻ പോലെയല്ല, നല്ലൊരു മെഗാ ഇവന്റ് പോലെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവും. ടച്ച് വുഡ്. Left us a long last എന്താണ് എനിക്ക് ഈ അവസരത്തെ കുറിച്ച് പറയാനുള്ളത്? കളിക്കാൻ ബാക്കി സ്റ്റേജിലെ എങ്ങനെയുണ്ട് ഗോട്ട്? എങ്ങനെയുണ്ട് ഗോട്ട്? ഗോട്ട് സെറ്റാ? ഗൈസ്, നമ്മുടെ പിള്ളേർ അവിടെ ലാസ്റ്റ് മിനിറ്റ് പ്രാക്ടീസ് സെക്ഷനിലാണ്. പൊളിക്കുമെന്ന് വിചാരിക്കണം. അവിടെ പരിപാടികൾ തുടങ്ങണമല്ലോ. പ്രസംഗം കാര്യങ്ങളും ആസ്യനും ഒരു പരിപാടിയിൽ ആദ്യം പ്രസംഗങ്ങളും ഇന്നോഗ്രേഷൻ്റെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ ഡാൻസൊക്കെ വരിക. അപ്പോൾ ആ ടൈം കൊണ്ട് നമ്മുടെ പിള്ളേരോട് പ്രാക്ടീസ് ചെയ്യാൻ. Thank you, Olivia. Thank you so much. तेरा
പൊളിച്ചു മക്കളെ, പൊളിച്ചു മക്കളെ, പൊളിച്ചു മക്കളെ, പൊളിച്ചു 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 ഗൈസ്, പൊളിച്ചു. പരിപാടി കഴിഞ്ഞ് നമ്മുടെ പിള്ളേർ തളർന്നു കിടക്കുകയാണ് ഗൈസ്. എന്താണ് പറയാനുള്ളത്? വളരെ നല്ല അഭിപ്രായമായിരുന്നു എനിക്ക്. അതെ, നിനക്കോ? നമ്മൾ ട്വിസ്റ്റിംഗ് പാർട്ടി നമ്മൾ വെറും എത്ര 6 ഡേയ്സ് കൊണ്ട് അവിടെ ഓരോരോ സ്ഥലത്ത് നിന്ന് ആൾക്കാരെ വിളിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഇവരാരും എനിക്കുന്നത് നമ്മളെല്ലാവരും ഫസ്റ്റ് പെർഫോമൻസ് ആണ്. കോർഡിനേഷൻ കാര്യത്തിൽ നമ്മൾ ചെക്കൻ പിന്നെ ഉഷാറാണ്. എന്താണ് എനിക്ക് പറയാനുള്ളത്? സൂപ്പർ, ഇതുപോലെ വെറൈറ്റി പെർഫോമൻസ് അല്ല, മാസ് സൂപ്പർ. അപ്പോൾ ഗൈസ് പരിപാടി കഴിഞ്ഞു, എല്ലാം ഉഷാറായി. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അടുത്ത പരിപാടി അതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഗൈസ് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇപ്പം എല്ലാവരും വീട്ടിൽ പോവാണ്. ഇവിടെ ഇനോഗ്രേഷനും ഡാൻസ് പരിപാടി മാത്രമല്ല കേട്ടോ, അവാർഡ് സെറിമണി ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ്, ഒമാനിലെ ഇൻഫ്ലുവൻസേഴ്സിന് അവാർഡ് കൊടുക്കുന്നത് ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ഇൻഫ്ലുവൻസർ, ബെസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റർ, ബെസ്റ്റ് ട്രാവൽ, അങ്ങനെ പലതരം എന്താ പറയുക സെക്ഷനുകൾക്ക് അവാർഡ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം ഞാനും വാങ്ങും. അപ്പോൾ അങ്ങനെ വലിയൊരു പരിപാടിയായിരുന്നു. SK10 അവാർഡ്സ്, അങ്ങനെ എന്തോ അവാർഡ്സ് ആയിരുന്നു ഇവർ കിങ്സ് കിച്ചൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇനോഗ്രേഷനും അതേസമയം ഈ ഒരു അവാർഡ് സെറിമണി ഒരുമിച്ചാക്കി ഒരു കൈൻഡ് ഓഫ് ഗ്രാൻഡ് ഇവൻ്റ് ആയിരുന്നു അത്. അപ്പോൾ എന്തായാലും പരിപാടി പൊളിച്ചു. ഇപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു, ഫുഡ് അടി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പോകാൻ നിൽക്കുകയാണ്. കുറേ പേര് അവിടെ ഫോട്ടോ സെക്ഷനിലാണ്. കുറേ സെലിബ്രിറ്റീസ് വന്നവരൊക്കെ പോയി. ഒമാനിലെ VIPസും പിന്നെ സെലിബ്രിറ്റീസും ഒക്കെ പോയി. ഈ ഹോട്ടൽ ഉദ്ഘാടനിച്ചത് ഹിസ് ഹൈനസ് ആയിരുന്നു കേട്ടോ. ഹിസ് ഹൈനസിൻ്റെ ആ റോയൽ ഫാമിലിയിൽ പെട്ടുന്ന ആളായിരുന്നു നമ്മുടെ ഇനോഗ്രേഷൻ ചെയ്തത്. അതുപോലെ തന്നെ ബാക്കിയുള്ള പരിപാടികളെല്ലാം ആ കളറായിരുന്നു, സാറായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഒന്നായിരിക്കും. ബൈ ബൈ. ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, ബെൽ അടിക്കുക.